പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം തിരുവചനം. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? സ്നേഹമുള്ളവരെ, ഹാർപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നറിയപ്പെടുന്ന വിശുദ്ധ എഫ്രേം, വിദ്യാർത്ഥികളുടെ പ്രത്യേക മധ്യസ്ഥൻ, സിറിയൻ സഭയിലെ ഏക വേദ പാരംഗതൻ, എഴുത്തുകാരൻ, കവി, അധ്യാപകൻ. AD 373 ടർക്കിയിലെ എദേസായിലായിരുന്നു മരണം. അദ്ദേഹത്തിൻ്റെ ജീവിതം ലളിതമാണ്. തറയിൽ ഉറക്കം, ഉപവാസം, ദീർഘസമയം പ്രാർത്ഥന. ചുറ്റുപാടും പാപികളുടെ എണ്ണം വർദ്ധിക്കുന്നത് കണ്ടപ്പോൾ ആത്മീയ ഗീതങ്ങൾ സ്വയം എഴുതി ഉറക്കെ പാടി നടന്ന് അനേകരെ മാനസാന്തരപ്പെടുത്തി. നമ്മുടെ ജീവിതം എപ്രകാരമുള്ളതാണ്? ലളിതവും കൃപ നിറഞ്ഞതുമാണോ? അഹങ്കാരം നമ്മുടെ മുഖമുദ്രയാണോ? നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ച് നമ്മെ തന്നെ ഒരു ലളിത ജീവിതത്തിലേക്ക് നയിക്കാം. ദൈവം കൃപ നൽകുന്നത് ലളിത ജീവിതം നയിക്കുന്നവർക്കാണ്. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ സന്ദേശം ലാളിത്യത്തിലേക്ക് അനേകരെ നയിക്കട്ടെ. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കൃപ എല്ലാവരിലും സമൃദ്ധമായി വളരുവാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. നന്ദി.